നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ദേശീയ പണിമുടക്കിനെ തുടർന്ന് നാടെങ്ങും പ്രകടനങ്ങളും സമ്മേളനങ്ങളും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് പ്രകടനങ്ങളിൽ നിറഞ്ഞത്. കേരളത്തിലെ ഇക്കൊല്ലത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ആവേശമായി. ചമ്പക്കുളത്താറ്റിന്റെ ഇരുകരകളിലും തിങ്ങിക്കൂടിയത് ആയിരക്കണക്കിന് വള്ളംകളി പ്രേമികൾ. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ വയലാർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് ഐക്യ ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾ ജനങ്ങളുടെ ജീവിത സുരക്ഷ തകർക്കുന്നുവെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു. CITU, AITUC, TUCI, HMS, സേവ, KTUC, MLC തുടങ്ങിയ സംഘടനകൾ ചേർന്ന സംയുക്ത സമരസമിതിയാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം നൽകിയത്. കേരളത്തിൽ INTUC നേതൃത്വം നൽകുന്ന UDTF ആണ് പണിമുടക്കിയത്. BMS പണിമുടക്കിൽ പങ്കെടുത്തില്ല. BJP അനുകൂല സംഘടനകൾ ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആലപ്പുഴ ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ പശ്ചാത്തലത്തിൽ ചമ്പക്കുളം നെടുമുടി പഞ്ചായത്തുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പണിമുടക്കിനെ തുടർന്ന് ജനജീവിതം നിശ്ചലമായി. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. നിരത്തുകൾ പൊതുവെ ശൂന്യമായിരുന്നു. ഇരുചക്രവാഹനങ്ങളും ഒറ്റപ്പെട്ട ചില സ്വകാര്യ വാഹനങ്ങളും ഓടുന്നുണ്ടായിരുന്നു. വ്യവസായ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത് ഉണ്ടായില്ല. ഒറ്റപ്പെട്ട ചില ദീർഘദൂര ബസ്സുകൾ ഓടിയെങ്കിലും യാത്രക്കാർ കുറവായിരുന്നു. ബോട്ട് സർവീസും പ്രതിസന്ധിയിലായി. സ്വകാര്യ ബസ്സുകളും ടെമ്പോ, ടാക്സി, ഓട്ടോറിക്ഷ തുടങ്ങിയവയൊന്നും സർവീസ് നടത്തിയില്ല. ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, ചേർത്തല തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പണിമുടക്ക് പൂർണ്ണമായിരുന്നു. പണിമുടക്കുമായി ബന്ധപ്പെട്ട് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയുടെ വടക്കൻ മേഖലയിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെയുള്ള വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചില്ല. സ്കൂളുകളും സർക്കാർ ഓഫീസുകളും ബാങ്കുകളും ഒന്നും പ്രവർത്തിച്ചില്ല. കൂടുതൽ വിവരങ്ങളുമായി തുറവൂരിൽ നിന്ന് പ്രസാദ് കൃഷ്ണൻകുട്ടി ചേരുന്നു. രാജ്യമൊട്ടാകെയുള്ള 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി പ്രഖ്യാപിച്ച ഭാരത് ബന്ദിന് സമ്മിശ്ര പ്രതികരണം. ചേർത്തലയുടെ വടക്കൻ മേഖലകളിലെ കടകമ്പോളങ്ങൾ അടച്ചിട്ടു. ഓട്ടോ, ടാക്സി എന്നിവ ഓടിയില്ല. ആലപ്പുഴയുടെ പ്രവേശന കവാടമായ അരൂരിൽ മിക്ക കച്ചവട സ്ഥാപനങ്ങളും അടച്ചിട്ടു. രാവിലെ ചുരുക്കം ചില ഓട്ടോകൾ സർവീസ് നടത്തി. മെഡിക്കൽ സ്റ്റോറുകളും മാർക്കറ്റ് ഭാഗത്തെ 1-2 കടകളും തുറന്നു പ്രവർത്തിച്ചു. എരമന്നൂരിൽ 5-ൽ പരം ഓട്ടോകൾ സർവീസ് നടത്തി. എന്നാൽ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു തന്നെ കിടന്നു. സ്വകാര്യ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവ നിരത്തിലിറങ്ങി. കുത്തിത്തോട് മാർക്കറ്റ് പൂർണ്ണമായും അടഞ്ഞു കിടന്നു. ഓട്ടോ ടാക്സികൾ സർവീസ് നടത്തിയില്ല. തുറവൂരിൽ ഓട്ടോ ടാക്സികൾ സർവീസ് നടത്തിയില്ല. അരൂർ, തുറവൂർ മേൽപ്പാല നിർമ്മാണ തൊഴിലാളികൾ ജോലിക്കെത്തിയില്ല. പൂർണ്ണമായും പാലം പണി തടസ്സപ്പെട്ടു. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയില്ല. എലിപിന, ശ്രീനാരായണപുരം, ചെല്ലാനം, പള്ളിത്തോട്, അന്തകനഴി, പട്ടണക്കാട് എന്നിവിടങ്ങളിലും കടകമ്പോളങ്ങൾ അടഞ്ഞു തന്നെ കിടന്നു. തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോയില്ല. ഈ ഭാഗങ്ങളിലെ ചില കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു. തുറവിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി, ടൈം ന്യൂസ്. ദേശീയ പണിമുടക്കിനെ തുടർന്ന് നാടെങ്ങും പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും നടന്നു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യങ്ങളായിരുന്നു എവിടെയും മുഴങ്ങിയത്. ചേർത്തലയിൽ നടന്ന പ്രകടനത്തിലും സമ്മേളനത്തിലും 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ചേർത്തല കോടതി കവലയ്ക്ക് തെക്ക് വശത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ഈ ആഗോളവൽക്കരണ നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു 3.5 പതിറ്റാണ്ടുകൾക്കുള്ളിൽ നടക്കുന്ന ഏറ്റവും ശക്തമായ 23ാമത്തെ ദേശീയാടിസ്ഥാനത്തിലുള്ള പ്രക്ഷോഭമാണ്. 2020
നവംബർ 26 നടന്ന പണിമുടക്ക്, അതിൻ്റെ തൊട്ടടുത്ത ദിവസം നടന്ന കർഷകരുടെ ലോകമാകെ ശ്രദ്ധിച്ച പ്രക്ഷോഭത്തിൻ്റെ ആരംഭം, അതെല്ലാം ചരിത്ര രേഖകളാണ്. ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. കേരളത്തിലെ പണിമുടക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമാണ്. ഇപ്പം ഇന്നലെ പത്രപ്രവർത്തകരുടെ സംഘടന അവർ വിളിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ പണിമുടക്കിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രകടനമുണ്ട്, അവിടെ ട്രേഡ് യൂണിയൻ്റെ നേതാക്കൾ വന്ന് അഭിവാദ്യം ചെയ്യണം. എന്നാൽ അതിൻ്റെ മുതലാളിമാർ, പ്രത്യേകിച്ച് കോർപ്പറേറ്റുകളാണ് അതിനെല്ലാം നയിക്കുന്നത്. അവർ രാവിലെ മുതൽ ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ വിഷയമാകാം, ചിലപ്പോൾ ബസ് കാത്തു നിൽക്കുന്ന ആരുടെയെങ്കിലും ആകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അസൗകര്യങ്ങളുണ്ടായ ഒരാളുടെ വിഷയമാകാം. അത് വെച്ച് ഇന്നത്തെ ദിവസം മുഴുവൻ പ്രചരണം നടത്തും. വൈകുന്നേരം ഒരു ചർച്ചയുണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. KV ഉദയഭാനു അധ്യക്ഷനായി. CITO ദേശീയ സമിതി അംഗവും പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് K. പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. NS ശിവപ്രസാദ്, PS ഷാജി, P. ഷാജിമോഹൻ എന്നിവർ സംസാരിച്ചു. സമരസമിതി നേതാക്കളായ AP പ്രകാശൻ, സുരേശ്വരി ഘോഷ്, MC സിദ്ധാർത്ഥൻ, B. വിനോദ്, B. സലിം, KP പ്രതാപൻ, K. ഉമയാഷൻ, AS സാബു, ഷെർലി ഭാർഗവൻ, KV ചന്ദ്രബാബു, TS അജയകുമാർ, PI ഹാരിസ്, വർക്കി പുന്നക്കൽ, TM ഷെരീഫ്, KV സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ആലപ്പുഴ. UDFിൻ്റെ നേതൃത്വത്തിലുള്ള UDTFിൻ്റെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിൽ പണിമുടക്ക് സംഘടിപ്പിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രകടനത്തിലും സമ്മേളനങ്ങളിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പണിമുടക്കിയ തൊഴിലാളികളും പ്രവർത്തകരും വിവിധ സ്ഥലങ്ങളിൽ പ്രകടനം നടത്തി. ചേർത്തലയിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ XMLA ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാനുസൃതമായി നമുക്ക് ലഭിച്ച അവകാശം വർഷങ്ങളായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്, ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് റദ്ദു ചെയ്ത് മറ്റൊരു ഭരണഘടനാ ഭേദഗതിയിലേക്ക് പോകത്തക്കവണ്ണം ഒരു ലേബർ കോഡ് ഉണ്ടാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് ആരധികാരം കൊടുത്തു? ഇത് വഞ്ചനയും തൊഴിലാളി ദ്രോഹവുമാണ്. ജനദ്രോഹ നടപടികളും ജനവിരുദ്ധ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദി സർക്കാർ ഏറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോട്ട് നിരോധനത്തിലൂടെ ഈ രാജ്യത്തെ അപരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം ഇന്നും ആ വേദനയും നൊമ്പരവും രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു അപരിഷ്കൃത നിയമമായിരുന്നു, അല്ലെങ്കിൽ നടപടിയായിരുന്നു നരേന്ദ്രമോദിയുടെ. നോട്ട് നിരോധനത്തിലൂടെ രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടായി? നമ്മുടെ സാമ്പത്തികമായി എന്ത് പുരോഗതി ഉണ്ടായി? നമ്മുടെ GDPയുടെ വളർച്ച, അതായത് ആ സാമ്പത്തിക വളർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടായോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ നിരോധനത്തിന് ശേഷം വർഷങ്ങൾ പലത് പിന്നിടുമ്പോഴും അത് പറയാൻ നരേന്ദ്രമോദിക്കാകുന്നില്ല. INTUC റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് G. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന സെക്രട്ടറി സിരിയക്കാവിൽ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് S. ശരത്ത്, BS ജബ്ബാർ, ജയകുമാർ, KB സോളമൻ, സുബ്രഹ്മണ്യദാസ്, അഡ്വക്കേറ്റ് CD ശങ്കർ, G. സോമകുമാർ, PR സജീവ്, KC ആന്റണി, TS രഘുവരൻ, സജീവ് കുര്യാക്കോസ്, N. ശ്രീകുമാർ, കല്ലാപ്പുറം സാബു തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം KPCC അംഗം KR രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. G. വിശ്വംഭരൻ നായർ അധ്യക്ഷനായി. രഞ്ജിത്ത് സ്വാഗതവും പ്രേംരാജ് നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് നടന്ന ദേശീയ പണിമുടക്കിന് പിന്തുണയുമായി മാധ്യമ പ്രവർത്തകരും. ആലപ്പുഴ പ്രസ് ക്ലബിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ സദസ്സ് AITUC സംസ്ഥാന പ്രസിഡന്റ് T. J. ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. പത്രപ്രവർത്തക യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ്റെയും ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പ്രസ് ക്ലബിന് മുന്നിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. രാജ്യത്ത് തൊഴിൽ സുരക്ഷിതത്വമില്ലാത്ത സാഹചര്യമാണുള്ളതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച AITUC സംസ്ഥാന പ്രസിഡന്റ് T. J. ആഞ്ചലോസ് പറഞ്ഞു.
നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടൻ്റെ കോളനി എന്നുള്ള തരത്തിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നടപ്പിലാക്കിയ എല്ലാ നിയമങ്ങളും അവരുടെ കോളനി രാജ്യങ്ങളിൽ നടപ്പിലാക്കിയിരുന്നു. നമ്മുടെ രാജ്യത്തും ആ സ്ഥിതി ഉണ്ടായിരുന്നു. അതാണ് 1924-26 ട്രേഡ് യൂണിയനുകൾ രജിസ്റ്റർ ചെയ്യാനും തൊഴിലാളിക്ക് അവരുടെ പരാതികൾ ഉന്നയിക്കാനും അതിന്മേൽ നിയമപരമായ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടായത്. എന്നാൽ കോവിഡിൻ്റെ നാളുകളിൽ 4 പേർ ഒന്നിച്ചു കൂടാൻ പാടില്ല എന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരുന്ന ഘട്ടത്തിലാണ് 400-ലധികം പേരെ സമ്മേളിപ്പിച്ചുകൊണ്ട് കർഷകർക്കെതിരായും തൊഴിലാളികൾക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയത്. ലേബർ കോഡുകൾക്ക് രൂപം നൽകി. പത്രസ്ഥാപനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും സർക്കാർ സർവീസുകളിൽ പോലും വൻതോതിലാണ് ആളുകളെ പിരിച്ചുവിടുന്നത്. കേന്ദ്ര സർക്കാർ എല്ലാ മേഖലയിലും സ്വകാര്യവൽക്കരണം നടപ്പാക്കിയതിനാൽ തൊഴിൽ മേഖല കടുത്ത ചൂഷണത്തെയാണ് നേരിടുന്നത്. വേജ് ബോർഡ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കുകുത്തിയായി മാറുകയാണ്. അർഹതപ്പെട്ട പെൻഷൻ പോലും നിഷേധിക്കുന്ന സാഹചര്യമുണ്ടെന്നും TJ ആഞ്ചലോസ് പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ അധ്യക്ഷത വഹിച്ചു. KNEF ജില്ലാ പ്രസിഡന്റ് R നാരായണൻ നായർ, ജില്ലാ സെക്രട്ടറി CG മാത്യു, വൈസ് പ്രസിഡന്റ് അരുൺകുമാർ, ജുഡീഷ്, ജ്യോതികുമാർ, ഫെബിൻ ജോഷി, KJ ക്ലീറ്റസ് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ആലപ്പുഴ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൊഹമ്മ ബോട്ട് സ്റ്റേഷനിൽ ബോട്ടുകൾ സർവീസ് നടത്തിയില്ല. പണിമുടക്കിൽ പങ്കെടുക്കാത്ത NGO സംഘ ജീവനക്കാർ ബോട്ടുകൾ ശുചീകരിച്ച് മാതൃകയായി. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ജലഗതാഗത വകുപ്പ് മൊഹമ്മ സ്റ്റേഷനിൽ ബോട്ടുകൾ സർവീസ് നടത്തിയില്ല. പണിമുടക്കിൽ പങ്കെടുക്കാത്ത NGO സംഘ ജീവനക്കാർ ബോട്ടുകൾ കഴുകി വൃത്തിയാക്കി മാതൃകയായി. NGO സംഘ ജീവനക്കാർ ഡ്യൂട്ടിക്ക് എത്തിയെങ്കിലും ബോട്ട് ഓടിക്കാൻ അനുമതി ലഭിച്ചില്ല. ജലഗതാഗത വകുപ്പിലെ സ്പെഷ്യൽ റൂൾ പരിഷ്കരണം 15 വർഷമായി വൈകിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കുമായി സഹകരിക്കാതെ ജോലിക്കെത്തിയതെന്ന് ചില ജീവനക്കാർ പറഞ്ഞു. എന്നാൽ പണിമുടക്കിൽ പങ്കെടുക്കാത്ത NGO സംഘ ജീവനക്കാർ ബോട്ടുകൾ വൃത്തിയാക്കി മാതൃകയായി. ജലഗതാഗത വകുപ്പിലെ 14 സ്റ്റേഷനുകളിലും NGO സംഘ പ്രവർത്തകർ ഹാജരായി. മുഹമ്മദ് സ്റ്റേഷനിലെ S51, S52, S55 നമ്പർ ബോട്ടുകളാണ് NGO സംഘ പ്രവർത്തകർ വൃത്തിയാക്കിയത്. പൊടിപിടിച്ചിരുന്ന ലൈഫ് ബോയ, ലൈഫ് ജാക്കറ്റ് തുടങ്ങിയ ജീവൻ രക്ഷാ ഉപകരണങ്ങളും വൃത്തിയാക്കി. ഫെറ്റോ ജില്ലാ പ്രസിഡന്റ് ആദർശ് CT, NGO സംഘ ജില്ലാ ട്രഷറർ T സന്തോഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം RC മധു, M ഷിജി, ശ്രീകുമാർ എന്നിവർ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ടൈം ന്യൂസ് മുഹമ്മ. ഇക്കൊല്ലത്തെ ജലമേളകൾക്ക് തുടക്കമായി. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ആവേശമായി. ചമ്പക്കുളത്താറിൻ്റെ ഇരുകരകളിലും തിങ്ങിക്കൂടിയത് 10,000-കണക്കിന് വള്ളംകളി പ്രേമികൾ. ആകാശത്തേക്ക് കുത്തിയെറിഞ്ഞുകൊണ്ട് ജലപ്പൊട്ടുകളെ, ജലകണികകളെ ആകാശത്തേക്ക് കുത്തിയെറിഞ്ഞുകൊണ്ട് 3 ചെറു ജലരാജാക്കന്മാർ കടന്നു വരുന്നു. ഒരു ചരട് കെട്ടി പിടിച്ചിരിക്കുന്നത് പോലെ, അതെ, പച്ചത്തത്തയെ പോലെ, അതെ, ആ വള്ളംകളികളുടെ ആ നദോന്നതയുടെ താളത്തിൽ ഇടിച്ചു കുത്തട, മൂവാമർത്തി കുത്തട, അങ്ങനെ നീട്ടിക്കുത്തി അടവങ്കായങ്ങൾ കുത്തിയെറിഞ്ഞുകൊണ്ട് 9-ാം നമ്പർ വള്ളം PG കരിപ്പുഴ ഇതാ ഫിനിഷിംഗിലൂടെ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് സാംസൺ ചാക്കോയുടെ ആ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് ആവേശത്തിന്റെ ആരവം മുഴക്കി ചമ്പക്കുളം മൂലം ജലോത്സവം. സംസ്ഥാനത്തെ ഏറ്റവും പാരമ്പര്യമേറിയ വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. കുറിച്ചി കരിങ്കുളം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചമ്പക്കുളത്തെത്തി മടത്തിൽ ക്ഷേത്രത്തിൽ പൂജകൾക്ക് ശേഷം മാപ്പളശ്ശേരി തറവാട്ടിൽ ഇറക്കി വയ്ക്കും. അവിടെ നിന്നും കളിവള്ളങ്ങളുടെ അകമ്പടിയോടെ ചെമ്പകശ്ശേരി രാജാവ് അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയതിൻ്റെ ചരിത്ര സ്മരണ നിലനിർത്തുവാൻ വേണ്ടി ആരംഭിച്ച അമ്പലപ്പുഴ മൂലക്കാഴ്ചയുടെ തുടർച്ചയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ആണ്ടുതോറും മിഥുനമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന ഈ വള്ളംകളി കേരളത്തിലെ ജലോത്സവങ്ങളുടെ തുടക്കമാണ്. ഇക്കൊല്ലം കേരളത്തിലെ 5 പ്രധാനപ്പെട്ട ചുണ്ടൻ വള്ളങ്ങൾ, 3 A ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ, 3 B ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ എന്നിങ്ങനെ 11 വള്ളങ്ങൾ ഈ ജലോത്സവത്തിൽ പങ്കെടുത്തു. കൊടിക്കുന്നിൽ സുരേഷ് MP വള്ളംകളി ഉദ്ഘാടനം ചെയ്തു. മറ്റു വള്ളംകളിയാവട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ ഒരു വള്ളംകളിയും നടക്കാതെ പോകാൻ പാടില്ല. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ, അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ അഭിപ്രായത്തിന് അപ്പുറമായി ഈ കുട്ടനാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ വള്ളംകളികളെയും സംരക്ഷിക്കേണ്ടത്, അതിനെല്ലാം പിന്തുണ നൽകേണ്ടത്, അവരെ എല്ലാ വിധത്തിലും സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രത്യേകിച്ചും ജനപ്രതിനിധികളായ നമ്മുടെ കടമയാണ്.
ആ കടമ നിറവേറ്റുന്നതിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോവില്ല. ഇന്ന് ആരംഭിച്ച് ഇന്ന് മൂലംവള്ളംകളി ആരംഭിച്ചാൽ 28ാം ഓണത്തിന് സമാപിക്കുന്ന കല്ലട ജലോത്സവം അതാണ് ഏറ്റവും അവസാനത്തെ വള്ളംകളി. കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, കളക്ടർ അലക്സ് വർഗീസ്, KK ഷാജു, CK സദാശിവൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്പക്കുളത്താറിൻ്റെ ഇരു കരകളിലുമായി ആയിരക്കണക്കിന് വള്ളംകളി പ്രേമികളാണ് തടിച്ചുകൂടിയത്. ടൈം ന്യൂസ് ആലപ്പുഴ. ചമ്പക്കുളം മൂലം വള്ളംകളിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വഞ്ചിപ്പാട്ട് മത്സരം ശ്രദ്ധേയമായി. മുൻ MLA CK സദാശിവൻ വഞ്ചിപ്പാട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. മുൻ MLA CK സദാശിവൻ വഞ്ചിപ്പാട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ KK ഷാജു MLA സമ്മാനദാനം നിർവഹിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത് അധ്യക്ഷനായി. കുട്ടനാട് തഹസിൽദാർ ഷിബു C ജോബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TG ജലജകുമാരി, മിനി മന്മഥൻ നായർ, വൈസ് പ്രസിഡന്റുമാരായ അഗസ്റ്റിൻ ജോസഫ്, സാജു കടമാട്, പഞ്ചായത്ത് മെമ്പർ തോമസ് ജോസഫ്, ബെന്നി വർഗീസ്, ജലോത്സവ സമിതി ഭാരവാഹികളായ AB മുരളി, KG അരുൺകുമാർ, അജിത് പിഷാരത്ത്, ജോപ്പൻ ജോയ് പരിക്കാട് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ചമ്പക്കുളം മൂലം വള്ളംകളിയോടനുബന്ധിച്ച് മതമൈത്രി ദീപം തെളിഞ്ഞു. ചമ്പക്കുളം മാപ്പിളശ്ശേരി തറവാട് മുതൽ മടത്തിൽ ക്ഷേത്രം വരെയുള്ള ആറിൻ്റെ ഇരു കരകളിലുമാണ് മതമൈത്രി ദീപം തെളിയിച്ചത്. മാപ്പിളശ്ശേരി തറവാട് മുതൽ മടത്തിൽ ക്ഷേത്രം വരെയുള്ള ആറിൻ്റെ ഇരു കരകളിലും മതമൈത്രി ദീപം തെളിഞ്ഞു. മൂലം ജലോത്സവ സമിതിയുടെ നേതൃത്വത്തിലാണ് മതമൈത്രി ദീപം തെളിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ചമ്പക്കുളം പാലത്തിൽ കത്തിച്ച ദീപം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MB പ്രിയ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട BJP പ്രവർത്തകർ വയലാർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. BJP ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാരിനോടും ആരോഗ്യമന്ത്രി വീണ ജോർജിനോടുമുള്ള പ്രതിഷേധാർത്ഥം വയലാർ PHCയിലെ ഗുരുതരമായ പോരായ്മകൾക്കെതിരെയും BJP വയലാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ PHCയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നാഗംകുളങ്ങര കവലയിൽ നിന്നും വയലാർ PHCയിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനം ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ നമ്മുടെ കേരളത്തിലെ ജില്ലാ ജനറൽ ആശുപത്രികളാകട്ടെ, മെഡിക്കൽ കോളേജുകളാകട്ടെ, മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ ആശുപത്രികളിലും നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് ബോധ്യമായിട്ടുള്ളത്. ചികിത്സ തേടി എത്തുന്ന രോഗികൾ അവരുടെ പോക്കറ്റിലെ പണം മുടക്കി ചികിത്സാ ഉപകരണങ്ങളും മരുന്നും മറ്റ് സാമഗ്രികളും വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പഞ്ഞി മുതൽ മരുന്ന് വരെ സർജിക്കൽ ഉപകരണങ്ങൾ അടക്കം സമസ്ത വസ്തുക്കളും വാങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി ചെല്ലുന്ന ആളുകൾക്ക് ചികിത്സ ലഭിക്കുകയുള്ളൂ. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 27 ഡോക്ടർമാരുടെ കുറവാണ് അവിടെയുള്ളത്. ജനറൽ സർജറി വിഭാഗത്തിൽ ആവശ്യമുള്ള 18 ഡോക്ടർമാരിൽ ആകെ 9 പേർ മാത്രമാണ് അവിടെയുള്ളത്. അതുപോലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ അവിടെ നിയമനം ലഭിച്ചു വരുന്ന ഡോക്ടർമാർ മറ്റു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നമുക്കറിയാം, അങ്ങ് കൊല്ലത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ എറണാകുളം വരെയുള്ള പ്രദേശം പരിശോധിച്ചു കഴിഞ്ഞാൽ ദേശീയപാതയോരത്തുള്ള ഏക മെഡിക്കൽ കോളേജാണ് ആലപ്പുഴ. പഞ്ചായത്ത് ഇൻചാർജ് അരുൺ K പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി.
BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രസ്ന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. BJP ചേർത്തല മണ്ഡലം പ്രസിഡന്റ് കണ്ണൻ ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ RD രാജീവൻ, ധനീഷ്, വൈസ് പ്രസിഡന്റ് രതീഷ് പുന്നക്കാടൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശരത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തലയിലെ കുട്ടിക്കർഷകരായ അനുശ്രീയുടെയും അയനശ്രീയുടെയും കൃഷിയിടത്തിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി ആരംഭിച്ചു. കൃഷിമന്ത്രി കൂടിയായ P. പ്രസാദ് നേരിട്ടെത്തി തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചേർത്തല നഗരസഭയിലെ കുട്ടിക്കർഷകരായ അനുശ്രീയുടെയും അയനശ്രീയുടെയും കൃഷിയിടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിനൊരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈ നട്ട കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന അഭിമാനകരമായ പദ്ധതിയിലൂടെയും ഓണക്കാലത്തുണ്ടാകുന്ന പ്രത്യേകമായ കൃഷി പരിപാടികളിലൂടെയും കേരളം ഇന്ന് പച്ചക്കറി ഉൽപ്പാദനത്തിൽ സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാലത്ത് തന്നെയാണ് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, ഇവരെ നമ്മൾ കുട്ടിക്കർഷകർ എന്ന പേരിൽ ഏറ്റവും പ്രശസ്തരാണ്, അനുശ്രീയും അയനശ്രീയും. 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന ഈ രണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ തന്നെയും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൃഷിയിടത്തിലാണ് ഞാനും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ NS ശിവപ്രസാദും ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും രക്ഷകർത്താക്കളും ഈ നാട്ടിലുള്ള മറ്റു പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാം അടങ്ങുന്ന അയൽപക്കത്തുമുള്ളവരുൾപ്പെടെ കുഞ്ഞുങ്ങളടക്കമുള്ള എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ഓണക്കാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനുശ്രീയും അയനശ്രീയും കൃഷി ആരംഭിച്ചിരിക്കുന്നു. ആ കൃഷി ആരംഭ പരിപാടിയിൽ ഞങ്ങൾ കൂടി പങ്കാളിയായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. വളരെയധികം സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങൾ തന്നെ ഇങ്ങനെ മുൻകൈ എടുത്ത് ഇറങ്ങുമ്പോൾ അവരുടെ ഭാവി, കേരളത്തിൻ്റെ ഭാവി സുരക്ഷിതമായി തീരുമെന്നാണ് ഞങ്ങളെല്ലാം കണക്ക്. ഇക്കൊല്ലത്തെ ഓണം വർണ്ണാഭമാക്കാൻ ചെണ്ടുമല്ലി, വാടാമല്ലി എന്നിവയുടെ തൈനടിയിൽ ഉദ്ഘാടനം ചേർത്തല മുനിസിപ്പൽ കൃഷിഭവൻ ഓഫീസർ സജി ഡേവിഡും കൃഷി അസിസ്റ്റന്റായ ദിവ്യ സണ്ണിയും ചേർന്ന് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ചേർത്തല മുനിസിപ്പൽ 33ാം വാർഡ് കൗൺസിലർ ബിന്ദു ഉണ്ണികൃഷ്ണൻ, 34ാം വാർഡ് കൗൺസിലർ സുജാത സതീഷ് കുമാർ, സഹപാഠികൾ, നാട്ടുകാർ എന്നിവർ സന്നിഹിതരായി. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അനുശ്രീ, 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അയനശ്രീ. ചേർത്തല നഗരസഭ 34ാം വാർഡിലെ ഓട്ടോ ഡ്രൈവറായ ബിനിലിന്റെയും ഗവൺമെന്റ് LP സ്കൂൾ ചേർത്തല നോർത്തിലെ പ്രീ പ്രൈമറി അധ്യാപിക അനിലയുടെ മക്കളാണ് ഇരുവരും. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കവുങ്ങിൻ തൈകളും ചെടികളും വച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചു. ദേവീക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി ആരംഭിച്ചത്. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ വസ്തു സംരക്ഷിക്കുക, ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂവ്, തടി, വഴിപാടിനുള്ള പാള എന്നിവ കണ്ടെത്താൻ ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ കവുങ്ങിൻ തൈകളും ചെടികളും വെച്ചു. വാർഡ് കൗൺസിലർ അജികുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 10 വർഷം മുമ്പ് എൻ്റെ സ്നേഹിതൻ മരിച്ചുപോയ പാമ്പർഷാരി സെക്രട്ടറി ആയിരുന്നപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിനുള്ളിൽ കുറച്ച് തെങ്ങും തൈകളും കാര്യങ്ങളൊക്കെ നട്ടു. പക്ഷേ അത് സംരക്ഷിക്കാൻ പറ്റാതെ അത് നശിച്ചു പോവുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും നമ്മളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ നമ്മളെല്ലാം ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഈ ദേവിയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കമുക് നട്ടു കഴിഞ്ഞാൽ അത് സംരക്ഷിക്കുക എന്ന നമ്മുടെ വരും തലമുറയ്ക്ക് ഇന്നപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അത് ഇരട്ടിയും തടിയും അയ്യപ്പൻ്റെ തടി ലോകം മൊത്തം പ്രശസ്തി ആർജിച്ചൊരു വഴിപാടാണ്. ഇപ്പോൾ ഒരാൾ തടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വഴിപാട് കിട്ടാൻ പാടെ ഇതുകൊണ്ട് താമസം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ടും ഈ ഉപദേശ സമിതി ഇതിന് മുൻകൈ എടുത്ത് ആദ്യം തന്നെ അവരോട് അതിന് ഞാൻ നന്ദി പറയുകയാണ്. ദേവി ശരണം, ദേവി ശരണം, ദേവി ശരണം, ദേവി ശരണം, ദേവി ശരണം. ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് സെൽജി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EK സുനിൽകുമാർ സ്വാഗതവും ശരവണ രാധാകൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഉപദേശക സമിതി മെമ്പർമാരായ രാജേഷ്, ഉത്തമൻപിള്ള, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് വളണ്ടിയർമാർക്ക് സ്നേഹാദരവ് സംഘടിപ്പിച്ചു. മക്കയിലെ സഹ്വാൻ ഓഡിറ്റോറിയത്തിലാണ് സ്നേഹാദരവ് പരിപാടി ഒരുക്കിയത്. IOC മക്ക ഹജ്ജ് സെൽ വളണ്ടിയർമാർക്കായി സ്നേഹാദരവ് സംഘടിപ്പിച്ചു. മക്ക ഹുസൈനിയിലെ സഹ്വാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് IOC സീനിയർ ലീഡറും മക്കയിലെ ജീവകാരുണ്യ പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യവുമായ ഷാനിയാസ് കുന്നിക്കോട് ഉദ്ഘാടനം ചെയ്തു. IOC മക്ക സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി ചുനക്കര അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി നൌഷാദ് തൊടുപുഴ സ്വാഗതം പറഞ്ഞു. സീനിയർ ലീഡർ ജാവേദ് മിയാൻ ദാദ് മുഖ്യപ്രഭാഷണം നടത്തി.
2025 ഹജ്ജ് സെൽ പ്രവർത്തന റിപ്പോർട്ട് ചീഫ് കോർഡിനേറ്റർ ഷംനാസ് മീരാൻ മൈലൂർ അവതരിപ്പിച്ചു. സൗദി പൗരപ്രമുഖരും ഹജ്ജ് സേവന മേഖലയിലെ പ്രശസ്തരുമായ അഹമ്മദ് അലി അൽശേരി, അഹമ്മദ് ആദം കാഫി, യാസിൻ അഹമ്മദ്, ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരായ മുഹമ്മദ് അബ്ബാസ്, ഡോക്ടർ അബ്ദുൽ ബാരി, ഡോക്ടർ ഫാരിസ് ഉണ്ണിയൻ തുടങ്ങിയവർ പങ്കെടുത്തു. സന്നദ്ധ സേവകർക്കും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കുമുള്ള മെമൻറ്റോകളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ബെസ്റ്റ് വളണ്ടിയർമാർക്കുള്ള ഷബീർ ചേളന്നൂർ മെമ്മോറിയൽ അവാർഡിന് മലപ്പുറം കൊണ്ടോട്ടി ശിഹാബ് കരിപ്പൊയിൽ, മുഹമ്മദ് ഹസൻ അബ്ബ മംഗലാപുരം ഉള്ളാൾ, ഷീമ നൌഫൽ കരുനാഗപ്പള്ളി, നസീറ ജലീൽ കുടക് മൈസൂർ എന്നിവർ അർഹരായി. IOC സൗദി നാഷണൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് PM നജീബ് മെമ്മോറിയൽ ലീഡർഷിപ്പ് അവാർഡിന് IOC മക്ക സെൻട്രൽ കമ്മിറ്റി സീനിയർ വൈസ് പ്രസിഡന്റ് നിസാം മണ്ണിൽ കായംകുളം അർഹനായി. 2025 വർഷത്തെ ഹജ്ജ് സന്നദ്ധ സേവന രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ 2 ഫാമിലികൾക്കുള്ള പ്രത്യേക പുരസ്കാരങ്ങൾക്ക് അൻവർ അലിക്കുഞ്ഞ്, ജസീന അൻവർ ഫാമിലിയും ഇക്ബാൽ ഗബ്ഗൽ, റുഖിയ ഇക്ബാൽ ഫാമിലിയും അർഹരായി. സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാ സിനിമാപ്പറമ്പ് കൊല്ലം, ജനറൽ സെക്രട്ടറി റഫീഖ് പരന്തരപ്പള്ളി, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മുഹമ്മദ് അസ്ലാം ഉത്തർപ്രദേശ്, സദാം ഹുസൈൻ ബീഹാർ, ഫരിയാജ് അൻസാരി ഡൽഹി തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ ഇബ്രാഹിം കണ്ണങ്കാർ നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന് ദേശീയ അംഗീകാരം. പ്രവർത്തന മികവിനുള്ള അംഗീകാരമെന്ന ജില്ലാ പോലീസ് മേധാവി. ജൂലൈ 10 സർട്ടിഫിക്കറ്റ് കൈമാറും. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS രാജ്യത്തെ മികച്ച പോലീസ് സ്റ്റേഷനുകൾക്ക് നൽകുന്ന അംഗീകാരമാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന് ലഭിച്ചതെന്ന് ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ IPS, ചേർത്തല ASP ഹരീഷ് ജെയിൻ എന്നിവർ പറഞ്ഞു. കേരള പോലീസിന് തന്നെ ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം കേരള സ്റ്റേറ്റിൽ ആലപ്പുഴ ജില്ലയിൽ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ BIS സ്റ്റാൻഡേർഡ് പ്രകാരം അംഗീകരിക്കപ്പെടുകയാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഈ സ്റ്റേഷന് BISന്റെ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. My hearty congratulations to Arthangal SHO Shri Madhu and his complete team. Their effort have led to significant improvement in public service delivery and improving the infrastructure in police station. This have led to granting of ISO certification for improving the quality management system in whole station. 10 തീയതി രാവിലെ 11 മണിക്ക് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ DGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പരിപാടിയിൽ സർട്ടിഫിക്കറ്റ് കൈമാറും. അംഗീകാരത്തിന് മുന്നോടിയായി ചെന്നൈയിലെ ദക്ഷിണമേഖല ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഓഫീസിലെ വിദഗ്ധ സംഘം 6 മാസം മുൻപ് സ്റ്റേഷനിലെത്തി ആദ്യഘട്ട പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് ഒട്ടേറെ പരിശോധനകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് അംഗീകാരം ലഭിച്ചത്. ക്രമസമാധാന പാലനം ഉൾപ്പെടെ പ്രവർത്തനങ്ങളിലെ ഗുണമേന്മ, പരാതികൾ തീർപ്പാക്കുന്നതിലെ വേഗത, അടിസ്ഥാന സൗകര്യങ്ങൾ, ശുചിത്വം, ഹരിത പെരുമാറ്റച്ചട്ടം, ഫയലുകൾ സൂക്ഷിക്കുന്നതിലെ കൃത്യത, ഉദ്യോഗസ്ഥരുടെ മികച്ച പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തൽ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിഗണിച്ചാണ് അംഗീകാരം നൽകുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടെ BIS അംഗീകാരമുള്ള രാജ്യത്തെ പോലീസ് സ്റ്റേഷനായി അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ മാറും. സ്റ്റേഷൻ ഓഫീസർ PG മധു, SI D സജീവ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ദേശീയ പണിമുടക്കിനെ തുടർന്ന് നാടെങ്ങും പ്രകടനങ്ങളും സമ്മേളനങ്ങളും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് പ്രകടനങ്ങളിൽ നിറഞ്ഞത്. കേരളത്തിലെ ഇക്കൊല്ലത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ആവേശമായി. ചമ്പക്കുളത്താറ്റിന്റെ ഇരുകരകളിലും തിങ്ങിക്കൂടിയത് ആയിരക്കണക്കിന് വള്ളംകളി പ്രേമികൾ. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ വയലാർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.